നല്ലൊരു ഗൈഡിങ് തന്നെ. ഓക്കെ, അപ്പൊ എല്ലാവരും LED വാളിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഡബ് ചെയ്തു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്പോട്ട് ഡബിങ് പ്ലീസ്. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, കണ്ടോ? കൗണ്ട് ഔട്ട് തുടങ്ങാൻ. ചെന്നൈയായിട്ടുള്ള മാച്ചസിൽ 24 എന്തോ 24 വേണം, 20 റണ്ണ് വേണം. ഇപ്പൊ നമ്മുടെ സന്ദീപ് ശർമ്മ ബോൾ ചെയ്യുന്നുണ്ട്, ജഡേജ സ്ട്രൈക്കിലുണ്ട്, ധോണി പേപ്പറിലേക്ക്. എടാ കഴിവാറ മോനെ, നീയും നിന്റെ കൂടുതലോട് വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ വെച്ചേക്കില്ല, നിന്റെ കൂടെയുള്ള ഒരുത്തനെ ഞാൻ വെച്ചേക്കില്ല. നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും ഞാൻ പൊക്കും. ഇത് ഡേവിയാ പറയുന്നേ. കേരള എടാ സുനി, എടാ സുനി, എടാ സുനി. ഏത് സുനി? ആരോടാ സുനി? സുനീനൊക്കെ തട്ടി പേടിച്ച ആരോടാ? നീ ആരെന്റെ അപ്പുറത്തല്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്നോട് ചോദിക്കടാ. നീ ഡോണാ? ഞാനോടാ ഡോണും ഡോൺ സെബാസ്റ്റ്യൻ. എന്ത് തോന്നിയാ നീ കളിക്കുന്നത്? നിനക്ക് നിന്നെ ബോധമില്ല. ഇത് പോലീസുകാരുടെ അച്ഛവിടെ ഈ കിടക്കുന്ന തൊണ്ടിയാ. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. നീ ആഗ്രഹത്തോടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഏതോരത്തെ ചാത്തേന്റെ പേര് സിനിമയെ നിർത്തി നാട്ടിൽ വന്നതും പിന്നെ ആ ചാത്ത ഏതോന്റെ ആക്രി കാറിന്റെ ഏതോരെ നീ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നേല് ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ? നീ ഇനി ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ടരിയ. നിന്റെ അപ്പനെ കൈവിട്ട് മാറ്റിട്ട് കുറച്ച് ആവുന്നേ ഉള്ളൂ. നീ ആവശ്യം കളിക്കാതെ, നീ ആവശ്യം കാണിക്കാതെ നിന്റെ അപ്പൻ ഉണ്ടാകും കൈയൊടിക്കാതെ. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന ആളുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടൊക്കെ നടത്തുക കുറ്റാന്വേഷണം. ആ കഥയിലെ ലോജിക്കലി നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തിയാണ് അവസാനം കിട്ടുന്ന കഥയായിരിക്കും യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം. അതായത് അന്നം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് കടയിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കമ്പനി 8 നില പൊട്ടി. അണ്ണന് ഇവിടെ കോളേജ് ചേരാൻ പറ്റിയില്ല. പിന്നെ കടയിൽ നിന്ന് അടിയോട്ടടി. ഇന്ന് നേരത്തെ പോണം, നാളെ ഡീറ്റെയിലായിട്ട് വിടാം. ചേർസ് മഡ് ഗൺ ഗണ്ണെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ಗನ್ ತಗೊಂಬಂದಿಲ್ವಾ? ಯಾರು ತಲ್ಲಣ್ಣ? എടാ മോനെ രംഗച്ചേട്ടൻ കാണിച്ചു അമ്മാണ് നോക്കി ഓഫാണോ? ശ്രദ്ധിക്കണ്ട അമ്മാണ്, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. താനെന്ത് വർത്താനാ പറയുന്ന ചേച്ചി? തനിക്കറിയാവുന്നല്ലോ, സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു വറ്റി കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതറിയാൻ വേണ്ടിയിട്ടാണ് താൻ എന്നെ ഒന്ന് ചോദിച്ചത്. ആ പേടിക്കണ്ട, 500 വർക്കിന്ന് തന്നെയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ പേര്. എല്ലാവരും റിപ്പറെന്നും ക്രൂരനെന്നും വിളിക്കുന്ന എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയാണ്. ചുറ്റി കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്ന ഒച്ചയില്ല. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആകുമ്പോൾ ഈ നഗരത്തിന് ഗംഗയെ വേണ്ട. അവൻ വെറും ഒരു വേസ്റ്റാണ്. അല്ല, ഗംഗ നിന്റെ ആരെയാ? അവന്റെ കെട്ടിയോൾക്ക് പോലെ അവനെ വേണ്ട. പിന്നെ നീ എന്തിനാണ് അവനെ അന്വേഷിച്ച് നടക്കണം? അവനൊരു പേപ്പട്ടിയാണ്. പേ പിടിച്ച തെരുവട്ടി വീട്ടിൽ കയറി വന്നാൽ ചിലപ്പോ തല്ലിക്കൊല്ലും, അല്ലേ? ഉഷയുടെ അങ്ങനെ ഒരുത്തരം സംസാരിക്കാൻ പാടില്ല. മുതലാളിന്ന് പറഞ്ഞത് ഞാൻ വിളിക്കും. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പടവാക്കി ചെല്ലിട്ട് ഞാൻ ചുവരിൽ കേട്ടു. എന്റെ സ്വന്തം ചെലവിൽ 6 നിലത്തിൽ ഒരു കുളിയും വിട്ടു. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാനില്ല. എന്നെ പിടിച്ചിടാനുള്ള വളിപ്പെടുന്ന ഇവിടുത്തെ ഒരു ജയിലൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയ സേവനമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാം. അതിന്റെ ചതിക്കുഴിയെന്ന്
ഈ യുവതലമുറ രക്ഷിക്കണമെങ്കിൽ നമുക്ക് നിൽക്കണം. മനസ്സിലായ? ഞാൻ നിന്റെ പാപ്പല്ല, അന്തമല്ല. കണ്ടില്ലേ ഇയാളെ കള്ളും കഞ്ചാവുന്ന ഉമ്മ മരിച്ചു വലിച്ച് ഞങ്ങളെ മക്കളുടെ ജീവിതം കുട്ടിച്ചോറാക്കി കുഴിയിലിട്ട് കാല് നീട്ടിയിരുന്നിട്ട് ഒരു സൗകര്യം തരൂല്ലെങ്കിൽ പിന്നെ ഞാൻ അത്തങ്ങൾ പോകുന്നത് പൂതി മനസ്സിൽ വെച്ചാൽ മതി. വീട്ടിൽ സൗകര്യം പണിക്ക് പോകണ, എന്ത് പണിയെടുക്കാൻ കന്നുകൂട്ടാൻ പോകണ. തന്റെ നോവിലേക്കുള്ള സമയ സൗകര്യം എനിക്കില്ല. പിന്നെ കാശിന് പേർ തനിക്കാന്നുള്ളതൊന്നും നേച്ചൊന്നുമില്ല. കഴിവില്ല കളത്തിട്ട് പോണമേ. Send them a message. Mother, I don't feel. You ran out of Francis Winkin County. Come on, Tom. At least you willing your time. You tell the other clients to come. Ali wonder what happened, see, You tell them Turk Maxwell come for them. you see the Turk Maxwell? You find out with me. എല്ലാരും എൻജോയ് ചെയ്യുന്നില്ലേ? Oh, my soul, I'm so sad about this, guys. If it was me down on the side, I could walk right over me. I just kept breathing. You don't notice me about this guy, why? Because so much rain and had on TV. You have a problem with Thomas outside there. Have you seen what it's like out there, Murray? ഇത് കരുക്കള്, ഇത് രണ്ട് പകിടാണ്. എറിയുമ്പോ വീഴുന്നുണ്ട് നോക്കി കരുന്നിക്കണം. ആദ്യം ഇവിടെ കരുത്തുന്നാണ് ജയിക്കും. ഒക്കെ ഭാഗ്യം പറയാം. കാലം എന്തൊരു രസികനാണല്ലേ. വിരസതയുടെ പ്രളയത്തിൽ പെട്ട് മുങ്ങി താവുമ്പോ പകിടകടി തന്നെയാണ് നല്ലത്. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറുന്നത്? അപമാന ഭയത്തിന്റെ ഉള്ളിലൊതുക്കി വിധി എന്ന കലശയെ മാസ്റ്റർ നിശബ്ദനായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചവരും ആരാ, എന്താ, എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെയും സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. Better you try to change Mr. Senior. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. സാർക്ക് ഇവിടെ ഒരു ഫാസ്റ്റ് ബാക്കർ പിന്നെ ഒരു പോലീസുകാരും പറഞ്ഞില്ല. நல்ல வேலை உன் பையன் போலீஸ்காரன் இருந்தாதான் உயிரோட வச்சான். என்னைக்காவது நம்ம யூஸ்ஃபுல்லா நினைச்சோம். ஆனா என் உயிரை காப்பாத்திட்டு ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. அதே 10 கோடி உங்களை கொடுத்து நூடுல்ஸா சொன்னா விட்டுடியா சார் நீ? என்ன வீட்டு போக சொல்லிட்டு எப்படி எங்கோட போனா பிளான் பண்ணுவோம். அதானே சார் நீ? சரி சார், ஒத்துக்கிறேன். நீ நல்லதானே கெட்டவன். ஆனா நல்லவங்க காட்டிக்கணும் கெட்டது இல்லை சார். கெட்டவங்க கேளு சார். நல்லா இருக்கு, சாரசமா இருக்கு, நான் துஷ்டா இருக்கு சார். நான் சொல்றேன், நீ கேளு. அது என்னடா சொன்ன? என்ன பிடிச்சவனெல்லாம் கொல்ல போறான். என்ன பிடிச்சவன கோடி பேருக்கு நான் வெளியில அமலேதன், நான் செஞ்சதெல்லாம் வெளியில சொல்ல முடியாது. சயின்ஸோடு சீக்கிரசி எனக்கு சத்தம் இருக்கு. ஆனா வெளியில சொல்ல முடியாது, சொல்ல மாட்டேன். என்ன நான் நேர்மையான ரொம்ப என் பையன் சொன்னதுக்காக ரிவர்ஸ் நினைக்கிறீங்களா? யார் சார் உங்க சொன்ன பெரும் கருவி சார். இன்னைக்கு இதெல்லாம் கையில பவர் இருக்கிற எல்லாம் சொன்னா சத்து போன பேரு பிரபஞ்சம் பெத்தவனோட பேரு விக்ரம். அது நீ எந்த குழப்பம் வேணாம். திருச்சியில் நடந்த ட்ரக் பஸ்ஸுக்கான மிலிட்டரி போலீஸ் இல்ல, ஜெயில இருந்து பரவல்ல வந்த ஒரு கைதி. அவ பேரு அவன் பேரு சொல்லி என்னோட கூப்பிட்ட இனிமே சார். எஸ் சார். ஓகே சார். Yes, sir. Yes.
Nah. Rolex. All right. It's all right. ആരംഭിക്കലാങ്കടാ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കാണ്, കാട്ടൂർക്കാരോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഞാൻ ഒരുപാട് പേരുടെ ശബ്ദം അനുകരിച്ച ആരുടെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്?